സുപ്രീം കോടതിയിൽ എന്നത്തെ പോലെ കേസുകൾ പ്രൊസീഡിങ്ങുകൾ നടക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു ചെരുപ്പ് ഗവായിക്ക് നേരെ വരികയാണ്. ഇത് എറിയുന്നത് അവിടെ കൂടിയ ആൾക്കൂട്ടമോ അല്ല ആരെങ്കിലും അല്ല, അല്ലെങ്കിൽ പ്രതികളോ ആരെങ്കിലും അല്ല, ഒരു അഭിഭാഷകൻ തന്നെയാണ് ഈ ചെരുപ്പ് എറിഞ്ഞത്. അപ്പോൾ അവിടെ പോലീസ് വന്നു ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇദ്ദേഹം പറയുന്നത് സനാതന ധർമ്മത്തിനെ അപമാനിക്കുന്നത് ഇന്ത്യ പൊറുക്കില്ല, അത് ഓർത്തോ, അത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വക്കീലായിട്ട് ഇരിക്കുമ്പോൾ അത് ഓർത്തിട്ട് വേണം ഇരിക്കാൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ഈ വക്കീലിന്റെ കാര്യം എന്തായാലും ഇദ്ദേഹത്തിന്റെ ഭാവി എന്തായാലും ഈ അഭിഭാഷകന്റെ ഭാവി എന്താവും നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഇതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും പരാമർശം നടത്തിയോ സാർ? അല്ല, ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. കാരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ 4 പ്രധാനപ്പെട്ട തൂണുകൾ എന്ന് എപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നതിൽ ഒന്നാണ് നമ്മുടെ ജുഡീഷ്യറി. അപ്പം ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അതേപോലെ തന്നെ പാർലമെൻറ്റും, പിന്നെ 4മതായിട്ട് നമ്മൾ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള മാധ്യമങ്ങളും, ഇതൊക്കെ കൂടി ചേർന്നിട്ട് ഉള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. ആ സംവിധാനത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണ് തല്ലി ഉടക്കുന്നത് ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂസ് എറിയുക എന്ന് പറയുന്നത്, അത് സുപ്രീം കോടതിക്കകത്ത് ചെയ്യാം എന്ന് പറയുന്നത് ഒരുതരം മനോരോഗമായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റും. മനോരോഗികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോടതി ജഡ്ജിയെ നമുക്ക് വിമർശിക്കാം. വിമർശനത്തിൻ്റെ പരിധിക്കകത്ത് നിന്ന്, നിയന്ത്രണ രേഖക്കകത്ത് നിന്ന് സുപ്രീം കോടതി ജഡ്ജിയെയും വിമർശിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഷൂസ് എറിയുക എന്ന് പറയുന്നത് ഒരുതരം മതഭ്രാന്താണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ചോദ്യം ഇതാണ്: സുപ്രീം കോടതിക്കകത്തേക്ക് മതഭ്രാന്ത് ചങ്ങലയുമായി അല്ലെങ്കിൽ ചങ്ങല പൊട്ടിച്ച് ഓടിക്കയറിയും ഈ ഷൂസ് എറിയലിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള റിസൾട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നതാണ്, സനാതന ധർമ്മത്തെ എതിർക്കുന്നത് സൂക്ഷിച്ചു വേണം, ഇന്ത്യ പൊറുക്കൂല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഉപോത്ബലകമായൊരു വിഷയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കഴിഞ്ഞ ദിവസം 2 ആഴ്ചയായി കാണും എന്നെനിക്ക് തോന്നുന്നു, മധ്യപ്രദേശിലെ ഖജുരാഹോ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാരിൻ്റെ ഫണ്ട് ചെലവഴിക്കണം എന്ന ആവശ്യവുമായിട്ടൊരു ഹർജി ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ വരികയാണ്. ഇപ്പം ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാർ ഫണ്ട് വിനിയോഗിക്കാൻ പാടില്ല. സർക്കാർ ഫണ്ട് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനായിട്ട് ഉപയോഗിക്കേണ്ടതല്ല എന്നുള്ള നിലപാടെടുക്കുകയും, ഇനി ദൈവത്തിൻ്റെ വിഗ്രഹമാണ് തകർന്നിരിക്കുന്നത്, അത് പുനഃപ്രതിഷ്ഠിക്കാനോ നവീകരിക്കാനോ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ഹർജി തള്ളിക്കളഞ്ഞത്. ഈ വിഷയമാണ് സനാതന ധർമ്മത്തിൻ്റെ എതിരായി ഇദ്ദേഹം പ്രവർത്തിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു സനാതനവാദിയായ കറുത്ത കോട്ടിട്ടിരിക്കുന്നതായിട്ടുള്ള വക്കീൽ ഭ്രാന്തമായ രീതിയിൽ ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂസ് എറിഞ്ഞിരിക്കും. വിമർശനം അനുവദനീയമാണ്, പക്ഷേ എങ്ങനെ എവിടെ വെച്ച് വിമർശിക്കാം എന്നുള്ളതിനൊക്കെ എല്ലാത്തിനും ഒരു കോഡുണ്ട്. ആ കോഡ് തെറ്റിക്കുന്നവരൊക്കെ അതിന് സമാധാനം പറയും. ഇതിലേറ്റവും ഭയാനകമായ കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അഭിഭാഷകൻ തൻ്റെ അഭിഭാഷക ഭാവി ഉപേക്ഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ത്യജിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി ഇരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചെങ്കിൽ ആ ചെരുപ്പിന് പകരം അതൊരു ബുള്ളറ്റും ആകാമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നവരും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കാം. അതായത് സുപ്രീം കോടതി ജസ്റ്റിസിന് നേരെ നിറയൊഴിക്കാൻ, ചെരുപ്പറിയാൻ എത്ര എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഒരു അഭിഭാഷകന് നിറയൊഴിക്കാനും എളുപ്പം. പിന്നെ ചെരുപ്പറിയുന്നവനെ കയ്യിൽ തോക്കാണ് ഇരിക്കണവൻ വെടിവെക്കും, ഒരു തർക്കവുമില്ല. അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള ഭ്രാന്ത് അയാളെ ആവേശിച്ചിരിക്കുന്നു. ഭ്രാന്തന്മാരാണല്ലോ ചെയ്യുന്നത്. ഇവരെല്ലാം നമ്മൾ പൊതുവെ തീവ്രവാദികൾ എന്ന് പറയും. അതിൻ്റെ നിറം ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിമിൻ്റെ ആണോ ക്രൈസ്തവൻ്റെ ആണോ എന്നുള്ളതൊക്കെ പിന്നെ ആളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന, നിലവിൽ നിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി, അപ്പെക്സ് കോർട്ടായിട്ടുള്ള സുപ്രീം കോർട്ടിൽ ഇതേപോലെയുള്ള ഒരു രംഗം സൃഷ്ടിക്കപ്പെട്ടാൽ അത് വളരെ നമ്മുടെ ജനാധിപത്യത്തിന് വളരെ അപകടകരമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ പ്രശ്നം മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നത് BR ഗവായ് എന്ന് പറയുന്ന സുപ്രീം കോടതി ജസ്റ്റിസിൻ്റെ അമ്മയായിരിക്കും എന്ന്
ഒരു പ്രചരണം ഉണ്ടായിരുന്നു. RSSന്റെ ഹാൻഡിലുകളിലും മറ്റുമൊക്കെ ഉണ്ടായി, പത്രസമ്മേളനം പോലും നടത്തിയിരുന്ന. പക്ഷേ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെത്തിയില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അവരതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ച സമയത്ത് പറഞ്ഞു, എന്നെ ആരും ക്ഷണിച്ചിരുന്നില്ല, ഞാനതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. മാത്രമല്ല, ഞാൻ ഒരു സനാതനയല്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞു. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഭർത്താവ് ഇന്ത്യൻ റിപ്പബ്ലിക് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സ്ഥാപകരാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അംബേദ്കറിസ്റ്റാണ്. അംബേദ്കറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച നമ്മുടെ ഭരണഘടനാ നിർമ്മാതാവായ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ആരാധകനും അനുയായിയുമായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ച വ്യക്തിയായിരുന്നു. ബുദ്ധിസ്റ്റാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ ഏറ്റവും കൂടുതലായിട്ട് അംഗീകരിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യും. അവർ സാധാരണ ഇത്തരം ചടങ്ങുകളാണ് ആഘോഷിക്കാറില്ല. പക്ഷേ അവർ പറഞ്ഞു, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള ജനങ്ങൾ ആഘോഷിക്കുന്ന ഈ വിജയദശമി ദിനം ഞാനതിൽ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. പക്ഷെ ഞാനത് ചെയ്യാറില്ല എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അവരതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നമ്മൾ പിന്നീട് വാർത്തകൾ കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പം ഇതും ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു കാരണമാകാം. അവരെ എന്താണ് അവിടെ പോയി ക്ഷണിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ വന്ന് അത് ഉദ്ഘാടനം ചെയ്യാം. പക്ഷെ എന്താണ് സംഭവിച്ചെന്നുള്ളതായിരുന്നു നമുക്കറിയില്ല. എന്തായാലും അവരുടെ പ്രസ്താവന ഇതാണ്, എന്നെ ആരും ക്ഷണിച്ചില്ല, ഞാൻ അങ്ങോട്ട് പോയി. RSSകാരന്റെ ചെരുപ്പേറാണ് അത് അങ്ങനെ വന്നതുകൊണ്ട് അത് തലക്ക് പിടിച്ച ഒരുത്തനായിരിക്കണം യഥാർത്ഥത്തിൽ ഈ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂസ് എറിഞ്ഞെന്നു. ഇത് തന്നെയാണ് ഗാന്ധിയുടെ കാര്യത്തിൽ സംഭവിക്കുക. ഗാന്ധി ഗോഡ്സെ നിറയൊഴിച്ച് കൊല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെയും കാഴ്ചപ്പാട് അത് തന്നെയാണ്. ഗാന്ധി ഇന്ത്യക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഒരാളാണ് എന്ന് പറഞ്ഞു, സനാതന ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ച ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഗാന്ധിക്ക് നേരെ നിറയൊഴിക്കുന്നത്. അപ്പം ഇതെല്ലാം ഓരോരോ കാലത്ത് നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള പുതിയ ഭ്രാന്തുകൾ മാത്രമാണ്. ആ ഭ്രാന്തിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. മാത്രമല്ല, സുപ്രീം കോടതിക്കകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ന്യായീകരിക്കാനായിട്ടാവില്ല. കാരണം ഇന്ന് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഗവായാണെങ്കിൽ നാളെ ഏതെങ്കിലും വർമ്മയോ കോതനോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നവരെയും ഇവരൊക്കെ എന്താണ് ചെരിപ്പറിയുകയും വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതായത് ഗവായെ വെടിവെച്ച് കൊല്ലണതിൽ അല്ലെങ്കിൽ ഷൂസ് എറിഞ്ഞ് കൊല്ലണതിൽ ചിലപ്പോൾ ഈ ഹിന്ദുത്വവാദികൾക്ക് പ്രശ്നങ്ങൾ തോന്നാം ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവരെന്താണ്, അവർ അംബേദ്കറിസ്റ്റുകളാണ്, ദളിതാണ്. പക്ഷേ ഈ ഗവായി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം സർക്കാർ ഒരു കിരീടവും നൽകേണ്ടതില്ല, ഒരു പദവിയും എനിക്ക് ആവശ്യമില്ല. ഇത് അദ്ദേഹം സൂചിപ്പിച്ചത് ചന്ദ്രചൂഡ് എന്ന് പറയുന്ന മറ്റൊരു ജസ്റ്റിസ് ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം RSS പറയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരാളായിട്ട് മാറിയിരുന്നു. അപ്പോൾ പല ആളുകളും ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത പദവികൾ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കാത്തവർ തീർച്ചയായിട്ടും ഇതേപോലെ ഷൂസെയറിനും ചിലപ്പോൾ വെടിവെപ്പിനും ഒക്കെ വിധേയമാകേണ്ടി വരും എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അത് നല്ലതല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല.